ഹലോ, ഞാനും അതാ എണീറ്റ് വന്ന് ഈ കിടക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇന്ന് സ്കൂൾ വർക്കാണ്. അപ്പോൾ ഞാനുവിനെ ഞങ്ങൾ കുറച്ച് നേരത്തെ എണീപ്പിച്ചു. അപ്പോൾ അവൾ ബെഡിൽ നിന്ന് കുറച്ച് നേരം പിന്നെ വന്നിട്ട് നമ്മുടെ ദിവാൻമ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാട്ടോ ബ്രഷും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് നമ്മുടെ പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനുവിനെ പപ്പ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിപ്പിച്ചതും പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തൊക്കെ പപ്പയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്തായാലും സ്കൂൾ തുറക്കുന്നത് കൊണ്ട് നല്ല ബ്ലോക്കായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്നും വിചാരിച്ചു. പിന്നെ വീഡിയോ എടുത്ത സമയം പോയാൽ അതും ബുദ്ധിമുട്ടാണല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ. ഇത് നമ്മുടെ കുത്തരീൻ്റെ പുട്ടാട്ടോ, അതാണ് ഈ കളറിലിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുളി കഴിഞ്ഞാൽ ആളാകെ മാറുമെന്ന് എനിക്കറിയാം, ഉഷാറൊക്കെ വരും. പക്ഷേ അതുവരെ ബ്രഷ് ചെയ്ത് കുളിക്കണ വരെ അവൾ ഒരു എന്താ പറയുക ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നതിനോട്ടാട്ടോ. പിന്നെ ഞാൻ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടിന് കഴിക്കാനായിട്ട്. ഇവിടെ പുട്ടിൻ്റെ കൂടെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് പപ്പയ്ക്കും ഞാനൂനൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ചായ ഇവിടെ ഒരാളെ കുടിക്കുകയുള്ളൂ, പപ്പ മാത്രമേ കുടിക്കുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒരാഗ്രഹം തോന്നിയാൽ മാത്രം ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുടിക്കാറില്ല, എപ്പോഴെങ്കിലും. അല്ലാതെ ഞാനൊരു ചായ ഡെയിലി കുടിക്കുന്ന ഒരു ശീലം എനിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൂന് അതാ ഫുഡ് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ വാരി കൊടുക്കേണ്ട അവസ്ഥയാണ് വരാറ് സ്കൂളിൽ പോകുന്ന സമയത്ത്. അല്ലെങ്കിൽ കുറേ സമയം അങ്ങനെ വേസ്റ്റ് ആവും. എന്താണെന്ന് വെച്ചാൽ അവൾ ഫുഡ് ഭയങ്കര ബാക്കൗട്ടാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. കഴിക്കാൻ കുറേ ടൈം എടുക്കും. അപ്പം അങ്ങനെ ഞാൻ വേഗം തന്നെ അവളുടെ ടിഫിനും പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ ഇന്ന് പായസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സ്. അതായത് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവർക്ക് പായസമൊക്കെ ഉണ്ട്. അപ്പോൾ കപ്പും അതുപോലെ തന്നെ സ്പൂണൊക്കെ കൊടുത്ത് വിടാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ ബാഗിലാക്കി. പിന്നെ ഇന്ന് കാര്യമായിട്ട് ബുക്സും കാര്യങ്ങളൊന്നും വേണ്ട, റഫ് ബുക്ക് മാത്രം മതി എന്നൊക്കെ പറഞ്ഞത്. അത് കാരണം ബുക്സൊന്നും ഞങ്ങൾ അങ്ങനെ എടുത്തില്ല. പിന്നെ ഞാനിന് വേഗം തന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ ഞാനും അത് സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരാളാണ്, അതിന് മുൻപ് വേറൊരാളാണ്. ഇപ്പം നല്ല ഉഷാറില്ലേ അവളെ കാണാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഉമ്മയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പപ്പ ഉമ്മ കൊടുത്തപ്പോൾ കുഴപ്പമുണ്ടായില്ല. ഞാനും ഉമ്മ കൊടുത്തേരം അവൾ ലിപ്സ്റ്റിക്ക് മുഖത്താവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ചിരിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങളതാ സ്കൂളിലേക്ക് പോവുകയാണ്. ഇത് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് സ്കൂൾ കേട്ടോ. അപ്പോൾ സ്കൂളിലെ സെക്യൂരിറ്റി മാറി എന്നൊക്കെ ഇങ്ങനെ പ്രഭി പറയണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബായ്.